ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ കാൽക്കുലേറ്റിംഗ്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള 16ാമത്തെ വീഡിയോയാണിത്. 2025 കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: അടുത്തിടെ ഏത് കമ്പനിയാണ് മാക്സ് എന്ന പേരിൽ AI മോഡൽ അവതരിപ്പിച്ചത്? അലിബാബയാണ്. അടുത്തിടെ ഏത് കമ്പനിയാണ് മാക്സ് എന്ന പേരിൽ AI മോഡൽ അവതരിപ്പിച്ചത്? ചൈനീസ് കമ്പനിയായ അലിബാബയാണ് മാക്സ് എന്ന പേരിൽ AI മോഡൽ അവതരിപ്പിച്ചത്. അലിബാബയുടെ ക്വെൻ 2.5 എന്ന AI മോഡലിന്റെ പുതിയ പതിപ്പാണ് മാക്സ്. അടുത്തിടെ ഏത് കമ്പനിയാണ് മാക്സ് എന്ന പേരിൽ AI മോഡൽ അവതരിപ്പിച്ചത്? ചൈനീസ് കമ്പനിയായ അലിബാബ. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ആയുർവേദ ബാലചികിത്സാ വിദഗ്ധനാണ് ഗംഗാധരൻ വൈദ്യർ. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ആയുർവേദ ബാലചികിത്സാ വിദഗ്ധനാണ് ഗംഗാധരൻ വൈദ്യർ. 2025 ജനുവരിയിൽ അന്തരിച്ച കഥകളി അരങ്ങുകൾ ഉടുത്തുകെട്ടിച്ച അണിയറ തമ്പുരാനാണ് മാങ്ങോട് നമ്പ്യാരത്ത് അപ്പുണ്ണി തരകൻ. 2025 ജനുവരിയിൽ അന്തരിച്ച കഥകളി അരങ്ങുകൾ ഉടുത്തുകെട്ടിച്ച അണിയറ തമ്പുരാൻ ആണ് മാങ്ങോട് നമ്പ്യാരത്ത് അപ്പുണ്ണി തരകൻ. 2025 ഓസ്കാറിൽ മികച്ച ലൈവ് ആക്ഷൻ ഹ്രസ്വ ചിത്രത്തിനുള്ള നാമനിർദ്ദേശം ലഭിച്ച ഇന്ത്യൻ അമേരിക്കൻ ഷോർട്ട് ഫിലിമാണ് അനുജ. 2025 ഓസ്കാറിൽ മികച്ച ലൈവ് ആക്ഷൻ ഹ്രസ്വ ചിത്രത്തിനുള്ള നാമനിർദ്ദേശം ലഭിച്ച ഇന്ത്യൻ അമേരിക്കൻ ഹിന്ദി ഷോർട്ട് ഫിലിമാണ് അനുജ. 2025 ഓസ്കാറിൽ മികച്ച ലൈവ് ആക്ഷൻ ഹ്രസ്വ ചിത്രത്തിനുള്ള നാമനിർദ്ദേശം ലഭിച്ച ഇന്ത്യൻ അമേരിക്കൻ ഹിന്ദി ഷോർട്ട് ഫിലിമാണ് അനുജ. 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ്. 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ്. സാറ്റലൈറ്റ് സഹായത്തോടെ മൊബൈൽ ഫോൺ സേവനങ്ങൾ നൽകാനുള്ള സാങ്കേതിക വിദ്യ കൈവരിച്ച കമ്പനി വോഡാഫോൺ ആണ്. സാറ്റലൈറ്റ് സഹായത്തോടെ മൊബൈൽ ഫോൺ സേവനങ്ങൾ നൽകാനുള്ള സാങ്കേതിക വിദ്യ കൈവരിച്ച കമ്പനി വോഡാഫോൺ ആണ്. നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ സാറ്റലൈറ്റിന്റെ സഹായത്തോടെ മൊബൈൽ സേവനങ്ങൾ എത്തിക്കുന്നതാണ് ഈ സാങ്കേതിക വിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാറ്റലൈറ്റ് സഹായത്തോടെ മൊബൈൽ സേവനങ്ങൾ നൽകാനുള്ള സാങ്കേതിക വിദ്യ കൈവരിച്ച കമ്പനി വോഡാഫോൺ ആണ്. ഈ സാങ്കേതിക വിദ്യ കൈവരിച്ച ആദ്യ കമ്പനിയാണ് വോഡാഫോൺ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത സുനിത വില്യംസ് ആണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് നിലവിൽ സുനിത വില്യംസിന്റെ പേരിലാണ്. ബഹിരാകാശ സഞ്ചാരിയായ പെഗ്ഗി വിറ്റ്സൺ സ്ഥാപിച്ച റെക്കോർഡാണ് സുനിത വില്യംസ് മറികടന്നത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത നിലവിൽ സുനിത വില്യംസ് ആണ്. പെഗ്ഗി വിറ്റ്സന്റെ റെക്കോർഡാണ് സുനിത വില്യംസ് മറികടന്നത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത സുനിത വില്യംസ് ആണ്. ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത് ജനുവരി 25 ആണ്. ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത് ജനുവരി 25 ആണ്. 2025 ദേശീയ സമ്മതിദായക ദിനത്തിന്റെ പ്രമേയം നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നതാണ്. 2025 സമ്മതിദായക ദിനത്തിന്റെ പ്രമേയം നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നതാണ്. ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ 75ാം വാർഷികമാണ് 2025 ജനുവരി 25 ആചരിച്ചത്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ. ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ 75ാം വാർഷികമാണ് 2025 ജനുവരി 25 ആചരിച്ചത്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ
75-ാം വാർഷികമാണ് 2025 ജനുവരി 25-ന് ആചരിച്ചത്. 1950 ജനുവരി 25-നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത്. 1950 ജനുവരി 25-നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത്. ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസ് നടത്തുന്ന തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ഇന്ദ്രജാല പരിപാടിയാണ് വി ദി പീപ്പിൾ. ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ഇന്ദ്രജാല പരിപാടിയാണ് വി ദി പീപ്പിൾ. ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസ് നടത്തുന്ന തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ഇന്ദ്രജാല പരിപാടിയാണ് വി ദി പീപ്പിൾ. ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിലാണ് ഈ ഇന്ദ്രജാല പരിപാടി സംഘടിപ്പിച്ചത്. 2025 നടത്തുന്ന ആക്സിയോം 4 ബഹിരാകാശ ദൗത്യത്തിന്റെ പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശുഭാൻഷു ശുക്ലയാണ്. 2025 നടത്തുന്ന ആക്സിയോം 4 ബഹിരാകാശ ദൗത്യത്തിന്റെ പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശുഭാൻഷു ശുക്ലയെയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ ദൗത്യത്തിലെ അംഗം കൂടിയാണ് ശുഭാൻഷു ശുക്ല. ISROയും നാസയും സ്വകാര്യ കമ്പനിയായ ആക്സിയോമും ചേർന്ന് നടത്തുന്ന ആക്സിയോം 4 ബഹിരാകാശ ദൗത്യത്തിന്റെ പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശുഭാൻഷു ശുക്ലയാണ്. 2025 നടത്തുന്ന ആക്സിയോം 4 ബഹിരാകാശ ദൗത്യത്തിന്റെ പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശുഭാൻഷു ശുക്ലയാണ്. ISROയും നാസയും സ്വകാര്യ കമ്പനിയായ ആക്സിയോമും ചേർന്നാണ് ആക്സിയോം 4 എന്ന ഈ ഒരു ബഹിരാകാശ ദൗത്യം നടത്തുന്നത്. ശുഭാൻഷു ശുക്ല ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ ദൗത്യത്തിലെ ഒരു അംഗം കൂടിയാണ്. അലാസ്കയിലെ ഡെനാലി പർവ്വതത്തിന്റെ പുതിയ പേര് മൗണ്ട് മക്കിൻലി എന്നാണ്. അലാസ്കയിലെ ഡെനാലി പർവ്വതത്തിന്റെ പുതിയ പേരാണ് മൗണ്ട് മക്കിൻലി. 2025 ജനുവരിയിൽ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് വൈശാഖനാണ്. 2025 തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് വൈശാഖനാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള അനുമതി നൽകാൻ തദ്ദേശ ഭരണ സ്ഥാപന അധികാരികൾക്ക് അധികാരം നൽകിയ സർക്കാർ തീരുമാനം പിൻവലിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള അനുമതി നൽകാൻ തദ്ദേശ ഭരണ സ്ഥാപന അധികാരികൾക്ക് അധികാരം നൽകിയ സർക്കാർ തീരുമാനം പിൻവലിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. 31 വെറ്റ്ലാൻഡ് അംഗീകൃത നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള 2 നഗരങ്ങൾ ഇൻഡോറും ഉദയ്പൂരുമാണ്. 31 വെറ്റ്ലാൻഡ് അംഗീകൃത നഗരങ്ങളുടെ ലോക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള നഗരങ്ങളാണ് ഇൻഡോറും ഉദയ്പൂരും. ബെലാറസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ ലുകാഷെങ്കോയാണ്. ബെലാറസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ ലുകാഷെങ്കോ. 2025 ജനുവരിയിൽ ഗില്ലെയിൻ ബാരെ സിൻഡ്രോം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 2025 ജനുവരിയിൽ ഗില്ലെയിൻ ബാരെ സിൻഡ്രോം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം ഞരമ്പുകളെ ആക്രമിക്കുകയും ബലഹീനത, മരവിപ്പ് അല്ലെങ്കിൽ പക്ഷാഘാതം എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു അപൂർവ ന്യൂറോളജിക്കൽ അവസ്ഥയാണ് ഗില്ലെയിൻ ബാരെ സിൻഡ്രോം എന്ന് പറയുന്നത്. 2025 ജനുവരിയിൽ ഗില്ലെയിൻ ബാരെ സിൻഡ്രോം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഉച്ചഭാഷിണി ഉപയോഗം ഒരു മതത്തിന്റെയും അവിഭാജ്യ ഘടകമല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ബോംബെ ഹൈക്കോടതിയാണ്. ഉച്ചഭാഷിണി ഉപയോഗം
ഒരു മതത്തിന്റെയും അവിഭാജ്യ ഘടകമല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി. 2025 ധനകാര്യ ആരോഗ്യ സൂചിക പ്രകാരം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. 2025 ധനകാര്യ ആരോഗ്യ സൂചിക പ്രകാരം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തേണ്ട പ്രത്യേക മേഖലകൾ എടുത്തു കാണിക്കുന്നതിനുമുള്ള ഒരു വിലയിരുത്തൽ ഉപകരണമാണ് ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത്. 2025 ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് അല്ലെങ്കിൽ ധനകാര്യ ആരോഗ്യ സൂചിക പ്രകാരം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. BCCI അവാർഡ്സ് 2023-24 മികച്ച അന്താരാഷ്ട്ര പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജസ്പ്രീത് ബുംറയാണ്. 2023-24 BCCI അവാർഡ്സിൽ മികച്ച അന്താരാഷ്ട്ര പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജസ്പ്രീത് ബുംറയാണ്. BCCI അവാർഡ്സ് 2023-24 മികച്ച അന്താരാഷ്ട്ര വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്മൃതി മന്ദാനയുമാണ്. 2023-24 BCCI പുരസ്കാരങ്ങളിൽ മികച്ച അന്താരാഷ്ട്ര പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജസ്പ്രീത് ബുംറയും മികച്ച അന്താരാഷ്ട്ര വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്മൃതി മന്ദാനയുമാണ്. BCCI അവാർഡ്സ് 2023-24 അന്താരാഷ്ട്ര ക്രിക്കറ്റ് അരങ്ങേറ്റത്തിലെ മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ആശാ ശോഭന. BCCI അവാർഡ്സ് 2023-24 അന്താരാഷ്ട്ര ക്രിക്കറ്റ് അരങ്ങേറ്റത്തിലെ മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം ലഭിച്ച മലയാളി ആശാ ശോഭനയാണ്. BCCI അവാർഡ് 2023-24 ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് സച്ചിൻ ടെണ്ടുൽക്കറിനാണ്. BCCI അവാർഡ്സ് 2023-24 ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. BCCI അവാർഡ്സ് 2023-24 മികച്ച അന്താരാഷ്ട്ര പുരുഷ താരത്തിനുള്ള പുരസ്കാരം നേടിയത് ജസ്പ്രീത് ബുംറ. BCCI അവാർഡ്സ് 2023-24 മികച്ച അന്താരാഷ്ട്ര വനിതാ താരത്തിനുള്ള പുരസ്കാരത്തിന് അർഹയായത് സ്മൃതി മന്ദാന. BCCI അവാർഡ്സ് 2023-24 അന്താരാഷ്ട്ര ക്രിക്കറ്റ് അരങ്ങേറ്റത്തിലെ മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം ലഭിച്ച മലയാളി ആശാ ശോഭന. BCCI അവാർഡ്സ് 2023-24 ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് സച്ചിൻ ടെണ്ടുൽക്കർക്കുമാണ്. 2025 ദേശീയ ഗെയിംസിൽ വനിതകളുടെ ബീച്ച് ഹാൻഡ്ബോൾ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് കേരളമാണ്. 2025 ദേശീയ ഗെയിംസിൽ വനിതകളുടെ ബീച്ച് ഹാൻഡ്ബോൾ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് കേരളമാണ്. 2025 ദേശീയ ഗെയിംസിൽ പുരുഷന്മാരുടെ ഖോ വിഭാഗത്തിൽ കേരളം സ്വന്തമാക്കിയ മെഡൽ വെങ്കല മെഡലാണ്. 2025 ദേശീയ ഗെയിംസിൽ പുരുഷന്മാരുടെ ഖോ വിഭാഗത്തിൽ കേരളം കരസ്ഥമാക്കിയ മെഡൽ വെങ്കല മെഡലുമാണ്. 2025 ദേശീയ ഗെയിംസിൽ വനിതകളുടെ ബീച്ച് ഹാൻഡ്ബോൾ വിഭാഗത്തിൽ കേരളത്തിന് വെള്ളി മെഡലും 2025 ദേശീയ ഗെയിംസിൽ പുരുഷന്മാരുടെ ഖോയിൽ കേരളത്തിന് ലഭിച്ചത് വെങ്കല മെഡലുമാണ്.